പരീക്ഷാകാലമായി കഴിഞ്ഞു. പരീക്ഷാകാലം എന്ന് പറയുമ്പോൾ തന്നെ അത് സമ്മർദ്ദങ്ങളുടെ കാലമാണ്. എനിക്ക് തോന്നുന്നു കുട്ടികൾക്കും വീട്ടുകാർക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് വനിത ചർച്ച ചെയ്യുന്നത് ഈ സമ്മർദ്ദത്തെ എങ്ങനെ ഒഴിവാക്കാമെന്നാണ്. അതിനായി നമ്മുടെ കൂടെയുള്ളത് വിപിൻ റോൾഡൻ. ആള് ചില്ലറക്കാരനല്ല, നമ്മുടെ സെലിബ്രിറ്റികൾക്ക് വരെ ഒരു മെന്റൽ കോച്ചിങ് ഒക്കെ കൊടുക്കുന്ന ഒരാളാണ് അല്ലേ? ഹലോ വിപിൻ. ഹായ്. ശരിക്കും ഒരു പുതിയ റോൾ, ഒരു സെലിബ്രിറ്റികൾക്കൊക്കെ ഒരു മെന്റൽ കോച്ചിങ് കൊടുക്കുന്ന ആ ഒരു റോളിലേക്ക് എപ്പോൾ മാറി? ഞാനിത് ശരിക്കും കുറേ നാളായിട്ട് നമ്മൾ 3-4 വർഷമായിട്ട് ഇതിൻ്റെ പ്രാക്ടീസ് സംഭവം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്പോർട്സ് ഫീൽഡിലുള്ള ആൾക്കാർ, ദെൻ ഫിലിം ഫീൽഡിലൊക്കെ ആൾക്കാർക്ക്. അപ്പോൾ അതിൻ്റെ ഒരു റൂട്ടായിട്ട് നമ്മൾ ആദ്യ അറ്റംപ്റ്റുകളിലൊരു 2 പ്രധാന സാധനങ്ങളുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി കേരള സ്ട്രൈക്കേഴ്സിൻ്റെ മോഹൻലാലിൻ്റെയും ടീമിൻ്റെ ഒക്കെ 5 കളിയിൽ 2 ജയിച്ചു. കാരണം ചെറിയ കാര്യമല്ല. കാരണം വെച്ചാൽ അവരുടെ ഫീൽഡല്ല, അവർക്ക് അറിയാത്തൊരു പ്രോസസ്സ് അവർ പഠിച്ചിട്ട് അവർ ചെയ്യുക എന്ന് പറയുമ്പോൾ ആദ്യ വർഷം തന്നെ ഇത്രയും ജയിച്ചത് തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആസ്പെക്ട്സ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഏറ്റവും പ്രധാനം ഇപ്പോൾ കുട്ടികൾ പരീക്ഷ എഴുതാൻ പോകുമ്പോഴും അവർക്ക് ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് എന്ന് പറഞ്ഞതിനെ പോസിറ്റീവായിട്ട് എടുക്കേണ്ട ഒരു ഡയമെൻഷൻ മോഹൻലാലും പ്രധാനപ്പെട്ട മലയാളത്തിലെ എല്ലാ താരങ്ങളും കോച്ച് സേനൻ സാർ അടക്കം ഈ ഒരു കോച്ചിങ്ങിനെ മനസ്സിനെ ട്യൂൺ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെ അത്ര സീരിയസ് ആയിട്ട് എടുത്ത് അവർ ഇൻവോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ഈ പരീക്ഷയിലും നമുക്ക് കുട്ടികൾക്ക് ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിനെ ഒരുക്കേണ്ടതിൽ ഒരുക്കുക. ഇപ്പം എന്തായാലും ഈ സെലിബ്രിറ്റി കോച്ചിനോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇന്ന് എക്സാം സ്ട്രെസ്സിനെ കുറിച്ചാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം സ്ട്രെസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ സ്ട്രെസ്സിനെ നമ്മൾ എടുക്കുക? സ്ട്രെസ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോഴേക്കും 2 തരത്തിലുള്ള സ്ട്രെസ് ഉണ്ട്. ഒന്ന് യു സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സ്ട്രെസ്സാണ്. ഈ പോസിറ്റീവ് സ്ട്രെസ്സാണ് നമ്മൾ പലപ്പോഴും ഒരു വാർഫ്രണ്ടിൽ നിൽക്കുമ്പോഴാണല്ലോ നമുക്കൊരു ഏതെങ്കിലും ഒരു ടാസ്ക് ചെയ്യാനായിട്ട് നമുക്കൊരു കോൺഫിഡൻസ് നൽകുന്നത്. ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരു ലെതാർജി മോഡിലേക്ക്, സിമ്പിൾ മോഡിലേക്ക് പലപ്പോഴും പോയേക്കാം. രണ്ടാമത്തെ സ്ട്രെസ്സ് ഡിസ്ട്രെസ്സാണ്. അതായത് എനിക്ക് ആ ഇഷ്യൂ, പരീക്ഷ ആയിക്കോട്ടെ മറ്റെന്തായിക്കോട്ടെ, അതെനിക്കൊരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു, ഇത് എന്നെ പെർഫോം ചെയ്യാൻ അനുവദിക്കുന്നില്ല, രാവിലെ എണീക്കാൻ പറ്റുന്നില്ല, ക്ഷീണം നൽകുന്നു. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും സ്ട്രെസ്സ് നല്ലതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആ നല്ല സ്ട്രെസ് എന്ന് പറയുന്ന സംഭവം അത് പോസിറ്റീവ് സ്ട്രെസ്സ്, യു സ്ട്രെസ് എന്ന് പറയും. ഇത് നമുക്ക് വേണം. എങ്കിൽ മാത്രമേ ഒരു ടാസ്ക് നമുക്ക് ശരിയായ രീതിയിലേക്ക് പ്രൊസീഡ് ചെയ്ത് ഒരു പവർഫുള്ളായിട്ട് പ്രൊസീഡ് ചെയ്ത് പോകാനായിട്ട് പറ്റൂ. എന്നാൽ മറ്റേ സംഭവം ഡിസ്ട്രെസ്, തളർത്തുന്ന, നെഗറ്റീവ് ആക്കുന്ന, ഉള്ള ആത്മവിശ്വാസത്തോടെ തകർത്ത് കളയുന്ന ഒരു സംഭവമാണ് നിങ്ങളുടെ സ്ട്രെസ് എങ്കിൽ അത് നെഗറ്റീവ് സ്ട്രെസ്സാണ്, അത് വേണ്ട. അപ്പോൾ ഈ നെഗറ്റീവ് സ്ട്രെസ്സിനെ എങ്ങനെ നമുക്ക് പോസിറ്റീവായിട്ട് മാറ്റിയെടുക്കാം? സിമ്പിളായിട്ട് കൺവേർട്ട് ചെയ്യുക എന്ന് വെച്ചാൽ ആ നെഗറ്റീവിന് ഭാഗത്തൊരു വരയിടുക, പ്ലസ് ദാറ്റ് ഇസ് പോസിറ്റീവ്. നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള സ്ട്രാറ്റജികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് മനസ്സിനോട് കുട്ടി ആദ്യം പറയാനായിട്ട്, ഇത് കേട്ടിരിക്കുന്ന കുട്ടികളും പേരൻസും ഉണ്ടെങ്കിലും പറയേണ്ട സംഭവത്തിലേ ഉള്ളൂ, നമുക്ക് 10 ദിവസമുണ്ട്. വേണമെങ്കിൽ പഠനമുറിയിൽ മുമ്പിൽ ഇങ്ങനെ എഴുതി വെക്കാം, എനിക്ക് ഇനിയും 10 ദിവസവും കൂടി ഉണ്ട്, ഇനിയും 9 ദിവസം കൂടി ഉണ്ട്. ഇത് നൽകുന്നൊരു പോസിറ്റീവ് എനർജി തോട്ടിനെ വളരെ കൃത്യം. ഇത് ആദ്യത്തെ ലെവൽ ബേസ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ കൂടെ തന്നെ പാഠപുസ്തകങ്ങളൊക്കെ എടുക്കുമ്പോൾ ഓരോ വിഷയങ്ങളോടും ചില ദേഷ്യവും വിഷമവും ഒക്കെ ഉണ്ടാവും. ഒന്ന് കോംപ്രമൈസ് ചെയ്യണം. പുസ്തകങ്ങളെ സ്നേഹിക്കുക, സ്നേഹമുണ്ടെന്ന് പറയുക. ടീച്ചേഴ്സിനെ മനസ്സിൽ കണ്ട അവരോടൊക്കെ ചില ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലുണ്ടാവും. ഈ ബുദ്ധിമുട്ടുകളൊക്കെ അവരോടൊന്ന് മനസ്സിലുകൊണ്ടൊന്ന് ക്ഷമ ചോദിക്കുക. ദെൻ എനിക്കിത് പഠിക്കാൻ പറ്റുമെന്നുള്ള രീതിയിലേക്ക് ഒന്ന് പ്രൊസീഡ് ചെയ്യുക. തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. പേരൻസ് കൂടെ ചെയ്യേണ്ടത്, നീ പഠിച്ചോടാ ചോദിക്കരുത്. എപ്പോഴും ചോദിക്കും സ്വഭാവമായിട്ട്, കഴിഞ്ഞോ നീ പഠിച്ചു കഴിഞ്ഞോ, പുറത്ത് ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ദേ അവിടെ തേങ്ങ ഇടുന്നുണ്ട്, അല്ലെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യുന്നോ നീ നോക്കണ്ട, നീ പഠിച്ചോ ചോദിക്കരുത്. എപ്പോഴും പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പഠിക്കത്തൊന്നുമില്ല. പക്ഷേ നിനക്കിനി പറ്റും കേട്ടോ, ഇനിയും ദിവസമുണ്ട്, നീ ഒന്ന് നോക്കി, ഉച്ചകഴിഞ്ഞ് കുറച്ചുകൂടെ നല്ലതാണ്, നീ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ രാവിലെ കുറച്ച് നല്ലതാണ്, നീ അങ്ങനെ ഇരിക്കുക. ഒന്ന് പാറ്റിങ്, ഒരു ചെറിയൊരു പാമ്പറിങ് മെത്തേഡ് ഈ സമയത്ത് വരും. എന്ന് വെച്ച് അമ്മ ഞാൻ ഫുൾ ടൈം ഉറങ്ങിക്കോട്ടെ എന്ന് കുട്ടി കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് സ്വാഭാവികമായിട്ടും ജയിക്കാൻ പോകുന്നത് അമ്മയ്ക്കും അറിയാം, നമുക്കും അറിയാം. പക്ഷേ അവന് ചിലരെല്ലാം പഠിച്ച ആൾക്കാരും അങ്ങനെ പറഞ്ഞെന്നിരിക്കാം. ഏതായാലും ഒരു മോട്ടിവേറ്റിംഗ് മൂഡ് ക്രിയേറ്റ് ചെയ്യുക, അത് മതി. ഇപ്പോൾ വിപിൻ പറഞ്ഞ പോലെ തന്നെ ഓരോ കുട്ടികളിലും വ്യത്യാസം ഉണ്ടാകും, അവരുടെ ഒരു ആത്മവിശ്വാസത്തിൻ്റെ ലെവലിലും ഒക്കെ തന്നെ. അപ്പോൾ എങ്ങനെയാണ് ഓരോ കുട്ടികളെയും നമ്മൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്? വെരി സിമ്പിൾ. നമുക്ക് ഇതിനകത്ത് ചെയ്യേണ്ട ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, കുട്ടിയുടെ ഒരു നേച്ചർ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ആ കുട്ടിയുടെ നേച്ചർ എന്ന് പറഞ്ഞാൽ, ഇവനെ ചിലപ്പോൾ നമ്മൾ കൂടെ നിന്ന് മോനെ തേനെ പാനെ എങ്ങനെ വളർത്തിയ വെച്ചാണെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ നീ വേണേൽ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ വിട്ടുപോകും. ഒരിക്കലും മോട്ടിവേറ്റ് ചെയ്തിട്ടില്ലാത്ത കൊച്ചിനടുത്ത് പെട്ടെന്നൊരു ദിവസം വാ നിന്നെ ഞാനൊന്ന് മോട്ടിവേറ്റ് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് പേരൻസ് ചെന്നാലും പ്രോബ്ലം വരും. അവനറിയാം, അവൻ്റെ നേച്ചർ അച്ഛനും അമ്മയ്ക്ക് അറിയാം. ഇനി അച്ഛനും അമ്മയ്ക്ക് അവൻ്റെ നേച്ചർ അറിയില്ലെങ്കിൽ ആദ്യം സ്വന്തം അച്ഛനും അമ്മയും സ്വന്തം നേച്ചറും തിരിച്ചറിയാം. ചൊറിയുന്ന സ്വഭാവം അല്ലെങ്കിൽ ഒന്ന് മാറ്റുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മോട്ടിവേറ്റിംഗ് ആണ്, സപ്പോർട്ടിംഗ് ആണ്. നമ്മുടെ പ്രസൻസ് അവർക്ക് പയ്യനെ അല്ലെങ്കിൽ മോൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുക. ഇല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് നമ്മൾ ഇടപെടാതിരിക്കുന്നതാണ് നന്നായിട്ട് പഠിക്കാൻ നല്ലത്. എങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ ഒരു സപ്പോർട്ട്, നീ പഠിക്കും ചെയ്തോളും കേട്ടോ, അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ കമൻറ്റുകളും ചിലർക്ക് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര ടെൻഷൻ വരും. അതും നോക്കണം. അവൻ്റെ നേച്ചർ എന്ന് അറിഞ്ഞിട്ട് ആ രീതിയിലും മൂവ് ചെയ്യുക.